കൊല്ലത്ത് UDF ബിന്ദു കൃഷ്ണയെ പരാജയപ്പെടുത്താൻ RSP നേതാക്കൾ ശ്രമിച്ചെന്ന് കോൺഗ്രസിന്റെ ആരോപണം. ഹോട്ടലിൽ CPIM RSP നേതാക്കൾ ചർച്ച നടത്തിയെന്നാണ് പരാതി. കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളും പുറത്തുവന്നു. നടന്നത് വോട്ട് മറിക്കാനുള്ള ചർച്ച തന്നെയാണെന്ന് കോൺഗ്രസ് ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ ഗീതാകൃഷ്ണൻ പറഞ്ഞു. കൂടിക്കാഴ്ചയെക്കുറിച്ച് അന്ന് തന്നെ RSP നേതൃത്വത്തിന് പരാതി നൽകിയെന്നും ഗീതാകൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇത് രാത്രി 6-ാം തീയതി രാത്രി ഒരു 8:45 മുതൽ 9:30 വരെ നടക്കുന്ന ഒരു കോൺവെർസേഷൻ്റെ വീഡിയോ ആണിത്. അവിടെ ഇരുന്നുണ്ടായിരുന്ന CPM നേതാക്കൾ അവിടുന്ന് ഒരു ചായ പോലും കുടിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവരെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. ഇവർ വന്നു സംസാരിച്ചിട്ട് എവർക്ക് ഫുഡ് ഓർഡർ ചെയ്തു. എവർക്ക് ഫുഡ് വന്ന് ഇവർ കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് CPM നേതാക്കൾ അവിടെ നിന്ന് പോകുന്നത്. അതിനിടയ്ക്ക് 45ഓളം മിനിറ്റ് അവരവിടെ ഇരുന്ന് ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയായിരുന്നു. ഡിസ്കസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെ വോട്ട് മറിക്കണം, എത്ര വോട്ട് മറിക്കാം എന്നുള്ളതിനെക്കുറിച്ച് ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ വിശദീകരിച്ചു. അപ്പോൾ പറഞ്ഞു വന്നതും പോയതും പോട്ടെ, ഇനി അതുണ്ടാകരുത്. RSPയുടെ ശക്തിക്കനുസരിച്ചുള്ള പ്രവർത്തനം അവിടെ നടന്നിട്ടില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് അതനുസരിച്ചുള്ള ക്ലിയർ കട്ടായ പ്രവർത്തനം ഇന്നൊരു ദിവസവും നാളെ തെരഞ്ഞെടുപ്പ് ദിവസവും നടത്തണം എന്ന് ജില്ലാ സെക്രട്ടറി കർശനമായി പ്രവർത്തകരെടുത്ത് പറഞ്ഞിട്ടാണ് അന്ന് യോഗം പിരിയുന്നത്. വോട്ട് മറിക്കാൻ ശ്രമം നടന്നെന്നത് വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണെന്ന് RSP ജില്ലാ കമ്മിറ്റി അംഗം സധു പള്ളിത്തോട്ടം പറഞ്ഞു. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനെത്തിയപ്പോൾ CPIM നേതാക്കളെ യാദൃച്ഛികമായി കണ്ടതാണെന്നും സധു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. CPM നേതാക്കളുമായി എന്തെങ്കിലും വർത്തമാനം പറഞ്ഞിരുന്നു? അവരിപ്പോൾ സ്വാഭാവികമായും എന്നെ എല്ലാ ആളുകൾക്കും അറിയാവുന്ന ആളാണ്. അവർക്ക് എന്നെയും അറിയാം. അപ്പോൾ സ്വാഭാവികമായി ഒരു ഹോട്ടലാകുമ്പോൾ നമ്മളവിടെ ഭക്ഷണം കഴിക്കാൻ വരുന്നു. അവിടെ വെച്ച് സ്വാഭാവികമായി നമ്മളെ കണ്ട എന്തുണ്ട്, നിങ്ങളുടെ ഇലക്ഷൻ്റെ കാര്യങ്ങൾ എന്തുണ്ടെന്നൊക്കെ സ്വാഭാവികമായിട്ടുള്ള ചോദ്യങ്ങളുണ്ടാവാം. കോൺഗ്രസ് സ്ഥിരീകരിക്കുകയാണ് സധു പള്ളിത്തോട്ടം നേതൃത്വത്തിൽ വോട്ട് മറിക്കാൻ ശ്രമിച്ചു എന്ന് സ്ഥിരീകരിക്കുകയാണ്. വ്യാജ പ്രചരണങ്ങളാണ് ഇതെല്ലാം അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ വോട്ട് മറിക്കാൻ ശ്രമം നടന്നെന്ന ആരോപണത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും ബിന്ദു കൃഷ്ണ ഒഴിഞ്ഞു മാറി. ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയുടെ ജോലി വോട്ട് ചോദിക്കുക, വോട്ട് പിടിക്കുക, ഞാൻ അത് ചെയ്തു. ബാക്കി കാര്യങ്ങളൊക്കെ പാർട്ടി പ്രവൃത്തി ശരിയാണോ? ശരി മാത്രമാണ്. ഷമീറാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു ആരോപണമാണ് ഇക്കാര്യത്തിൽ UDF ഉയർത്തിയത് എന്നുള്ളതാണ്. CPIM-മായി ചേർന്ന് RSP വോട്ട് മറിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് ദൃശ്യങ്ങൾ സഹിതമാണത് അത്തരത്തിൽ പുറത്തേക്ക് വന്നതും. എന്നാൽ RSP നേതൃത്വം, ഈ ജില്ലാ കമ്മിറ്റി അംഗമൊക്കെ അതിനെ തള്ളുന്നുണ്ട്. ബിന്ദു കൃഷ്ണയുടെ മുഖത്ത് നിന്നും പക്ഷേ അതിൽ സംശയമുള്ളതുപോലെ വായിച്ച് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ? സ്വാതി, ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ ഗീതാകൃഷ്ണൻ ഇത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് ഈ പരാതിയിൽ നിന്ന് പിന്മാറുന്നില്ല. അതായത് ഇത്തരത്തിലൊരു ഗൂഢാലോചന അവിടെ നടന്നു. RSPയുടെ ജില്ലാ കമ്മിറ്റി അംഗം സധു പള്ളിത്തോട്ടത്തിന്റെ നേതൃത്വത്തിൽ 6 പേരടങ്ങുന്ന ആളുകൾ 6 പേരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നാണ് കോൺഗ്രസ് ഈ പരാതി ഓൺ ചെയ്യുമ്പോൾ പറയുന്നത്. അന്ന് തന്നെ ഇത് RSPയുടെ നേതൃത്വത്തെ അറിയിക്കുകയും RSP സൗത്ത് ലോക്കൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഈ സധു പള്ളിത്തോട്ടത്തിനെ മാറ്റി നിർത്തപ്പെടുകയും ചെയ്തു എന്ന് കോൺഗ്രസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെ അന്ന് നടന്ന RSPയുടെ ജില്ലാ എക്സിക്യൂട്ടീവിൽ കോൺഗ്രസിൽ നിന്നും ഒരു പ്രതിനിധിയെ UDFന്റെ ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ എന്ന നിലയിൽ തന്നെയും പങ്കെടുപ്പിച്ചിരുന്നു എന്ന് ഗീതാകൃഷ്ണൻ പറയുമ്പോഴാണ് ഇതെല്ലാം നിരസിച്ചുകൊണ്ട് RSPയുടെ ജില്ലാ കമ്മിറ്റി അംഗം സധു പള്ളിത്തോട്ടം രംഗത്തെത്തുന്നത്. എന്തായാലും ഔദ്യോഗികമായി RSPയുടെ സംസ്ഥാന നേതൃത്വം ഇതുവരെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. RSPയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് തിരുവനന്തപുരത്ത് നടക്കുന്നതിനാൽ ഷിബു വിഭജൻ അടക്കം പ്രേമചന്ദ്രൻ അടക്കമുള്ള ആളുകൾ തിരുവനന്തപുരത്താണ് ഉള്ളത്. എന്തായാലും ഒരു നീരസം കോൺഗ്രസിനുണ്ട്, ബിന്ദു കൃഷ്ണയ്ക്കുണ്ട്. കഴിഞ്ഞ തവണ ബിന്ദു കൃഷ്ണ പരാജയപ്പെടുന്നത് 2000 ചില്ലറ വോട്ടുകൾക്കാണ്. അതുകൊണ്ട് തന്നെ എത്തരത്തിലും വോട്ട് കച്ചവടം നടത്താൻ, അല്ലെങ്കിൽ വോട്ട് മറിച്ചാൽ അത് ബിന്ദു കൃഷ്ണയ്ക്ക് ദോഷകരമായി ബാധിക്കും എന്ന് കോൺഗ്രസിന് ഉത്തമ ബോധ്യമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഇത്തരത്തിലൊരു പരസ്യ നിലപാടുമായി മുന്നോട്ട് പോവുകയും ആ ദൃശ്യങ്ങൾ സ്ഥിരീകരിക്കുകയും അത്തരത്തിലൊരു സംഭവം ഉണ്ടായെന്ന് സ്ഥിരീകരിക്കുകയും അതിന്റെ സൗണ്ട് ബൈറ്റ് നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ സംഭവം ഇപ്പോൾ KPCCയുടെ മുന്നിലേക്ക് വരെ പോകുന്ന സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്. എന്തായാലും കോൺഗ്രസ് ഇതിൽ നിന്നും പിന്നോട്ട് പോകുന്നില്ല. തെരഞ്ഞെടുപ്പ് ഫലം വരട്ടെ, വന്നതിന് ശേഷം കൂടുതൽ പ്രതികരിക്കാമെന്നാണ് ജില്ലയിലെ UDF നേതൃത്വം എന്തായാലും പറയുന്നത്. എന്തായാലും ഈ സംഭവങ്ങൾക്ക് ഇനി ഔദ്യോഗിക പ്രതികരണം RSPയുടെ സംസ്ഥാന സെക്രട്ടറിയോ അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളോ നടത്തേണ്ടതുണ്ട്. അത് വരും മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വാതി.